ഹായ്, വെൽക്കം ടു ശ്രീസ് കിച്ചൺ വെയർ. ഇന്ന് ആലപ്പുഴ മീൻകറിയാണ് ചെയ്യുന്നത്. ആലപ്പുഴ മീൻകറിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിട്ട് മത്തിക്കറി ഇങ്ങനെ വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ മീൻകറി എന്ന് എന്താ നമ്മൾ കുട്ടനാടൻ മീൻകറി എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം, കുട്ടനാടൻ മത്തിക്കറി, കുട്ടനാടൻ മത്തി മാങ്ങ അങ്ങനെ വേണം പറയാനായിട്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതായിരുന്നു നോക്കാം. ഈ മത്തിക്കറിക്കായിട്ട് ഇപ്പം ഞാൻ നല്ല ഫ്രഷ് മത്തി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് ആലപ്പുഴയുടെ എന്താ പറയുക, ആലപ്പുഴക്കാർക്ക് കിട്ടുന്ന പോലെ മത്തി സത്യം പറഞ്ഞാൽ വേറെ ആൾക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം തീരദേശത്തിനകത്ത് ഇവിടെ കൂടെ ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ പീസ് ചെയ്യുവാണ്. ഫ്രഷ് മത്തിയാണ്. ഇവിടെ ഈ കടൽ വള്ളങ്ങളിൽ പോയിട്ട്, ഇത് വള്ളമെന്ന് പറയാൻ പറ്റില്ല, തെർമോക്കോളിനെ കൊണ്ട് ഇവർ പോയി അതിനകത്ത് പോയി പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ഫ്രഷ് മത്തിയാണ്, ഇട്ട് വയ്ക്കും ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ പീസായിട്ട്. ഇപ്പോൾ ഇനി ഇപ്പോഴത്തേക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള തേങ്ങ അരപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം ഞാൻ. അതിനുവേണ്ടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുറി തേങ്ങയുണ്ട്. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിയെ, മുളക് പൊടിയെ, മഞ്ഞപ്പൊടിയെ, മാങ്ങ. ഈ ആലപ്പുഴയോളം തന്നെ ഫേമസ് ആലപ്പുഴയുടെ മത്തിയും മാങ്ങയും കറി. 2 മാങ്ങ എടുത്തേക്കാൻ എന്തിനാണെന്ന് വെച്ചാൽ പുളിക്ക് വേണ്ടിയാണ്. അപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കല്ലേലിട്ട് ഇപ്പോൾ അരയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് അരപ്പൊക്കെ കല്ല് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുള്ള കാര്യം അങ്ങനെ ചെയ്യാം. അരക്കല്ലേൽ ഉള്ള ചെയ്യുന്ന നാടൻ കറിയാണെന്ന് വേണം മത്തിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ലൊരു മൺചട്ടി വെച്ചിരിക്കുന്നു. ഇത് ഹീറ്റ് ആകത്തുണ്ട് നന്നായിട്ട് ഹീറ്റായിട്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണം ഇതിനകത്തോട്ടേക്ക് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ചേർക്കാനുള്ളത് അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കും. നമ്മൾ അരച്ചെടുത്തേക്കുന്ന അരപ്പ്. ഇപ്പോൾ ഇതിനകത്ത് വെള്ളം കുറവല്ലായിരുന്നു. നമ്മുടെ മീൻ വേകാൻ പറ്റുന്ന പരുവത്തിനുള്ള വെള്ളം ആഡ് ചെയ്യുക ഇതിനകത്തോട്ടേക്കാണെന്നുണ്ടെങ്കിൽ. മാങ്ങ കഷ്ണം ചേർത്തിട്ടുണ്ട് കേട്ടോ, പീസ് ചെയ്തേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത മാങ്ങയ്ക്കകത്ത് 1.5 മാങ്ങ എടുത്തുള്ളായിരുന്നു പീസ് ചെയ്ത്. മത്തി ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. കാരണം മാങ്ങയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ച പണ്ടുള്ള തലയിലെ പേൻ വരെ ഇറങ്ങി ഓടുന്നു, അതിനേക്കാളും പുളി മാങ്ങയ്ക്ക്. അതുകൊണ്ട് അത്ര ചേർത്ത് കൊടുത്തുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം. മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേവ് കുറവ് അറിയാമല്ലോ. ഇതൊരു മാക്സിമം ഒരു 8 മിനിറ്റൊക്കെ വെന്താൽ മതി. അത്യാവശ്യം ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങ് അടച്ച് വെച്ച് അങ്ങ് വേവിച്ചെടുക്കണം നമുക്ക്. പച്ചമുളക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്താണെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എരിവ് വേറെ തന്നെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മുളകാണ് കണ്ടിച്ചിട്ട് കൊടുക്കുന്നത്. കീറി ഇട്ട് കൊടുത്താൽ മതി. അങ്ങ് 5 6 പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഒത്തിരി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 3 മതി. ഇതിപ്പോൾ എരിവ് കുറവായതാണ് 5 ചേർത്ത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് കറിവേപ്പില ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്ന ടിപ്പാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. ഇതെന്നുണ്ടെന്ന് അടഞ്ഞിരുന്ന് കഴിയുമ്പം നല്ലൊരു മണമെന്ന് വെച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ നമുക്ക് ചോറോ എന്താ കിട്ടിക്കഴിഞ്ഞ് ഉച്ചക്കത്തെ ഇതങ്ങോട്ട് അങ്ങനെ എടുത്താൽ കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഒന്നുകൂടെ അടച്ച് വെക്കണ കറിവേപ്പിൻ്റെ ഫ്ലേവർ അങ്ങനെ കിട്ടാൻ വേണ്ടിയായിരുന്നു. നല്ല മണമായിരുന്നു. സൂപ്പർ മണമെന്ന് വെച്ചാൽ സൂപ്പർ മണം. സാധാരണ മാങ്ങ ഇല്ലെന്നുണ്ടെങ്കിൽ കുടംപുളി ഇട്ട് വെക്കാം. ഇവിടെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. ഇത് കണക്ക് 2 കഷ്ണോ 3 കഷ്ണോ കുടംപുളി ഇട്ടാലും വെച്ചാൽ മതി. ഏറ്റവും ടേസ്റ്റാണെന്നും പറയാനൊന്നുമില്ല, വാക്കുകളൊന്നുമില്ല. ഇത് ഈ മോഡലാണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ആലപ്പുഴക്കാരുടെ സ്വന്തം മത്തിക്കറിയാണിത്. മത്തി മാങ്ങ എന്നുള്ള രീതി ഏറ്റവും ഫേമസ്. മാങ്ങാ സീസൺ വന്നാൽ ഇവിടെ ഒക്കെ ഇങ്ങനെയാണ്. ഈ കുട്ടനാടൻ നാളുകളിൽ ഇവരുടെയൊക്കെ വിഭവം. മീനൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റൊക്കെ തന്നെ വേവ് ധാരാളമാണ്. 10 മിനിറ്റ് തന്നെ വേണമെന്നില്ല. ഇപ്പോഴത്തേക്ക് നന്നായിട്ട് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീൻ കഷ്ണം ഇട്ട് അപ്പം തന്നെ വെന്ത് വരും. മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇട്ട് പുളി നല്ല മണമാണ് വരുന്നത്. ഇതിനൊക്കെ നിൽക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോറിനൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ഈ മെത്തേഡിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ പുതിയ വിഭവങ്ങളുടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിൽ അയയ്ക്കുക. അല്ലെങ്കിൽ ഫേസ്ബുക്ക് ലിങ്ക് കിടപ്പുണ്ട്, അവരോട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. പുതിയ വിഭവമായിട്ട് നമുക്ക് പുതിയൊരു ഐറ്റമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദിയില്ല.